മൈക്കടി മാറ്റണേ. അതായത് ഇപ്പോൾ കേസ് നടപടിയും ഇനി ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കേസ് ചുമ്മാ പൂഴ്ത്തി വയ്ക്കാന്നുള്ളത് അതല്ല വേണ്ടത്. നമുക്ക് അതിനൊരു ആക്ഷൻ വേണം. ആ ആക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്കൊരു മോണിറ്ററി പെറ്റീഷൻ കൊടുക്കണം. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ കേസ് അത് കോടതി മേൽനോട്ടം നടത്തി കേസ് ചാർജ് ചെയ്ത് അതിൻ്റെ നടത്തിപ്പ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ മോണിറ്ററിംഗ് പെറ്റീഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആദ്യം ഒരു പെറ്റീഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. നമ്മളതിൻ്റെ ഒരു കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് മുകേഷ്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആളാണ്. ജോയ്സ് ആണ്, അദ്ദേഹം മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ ഒരാളാണ്. അക്ബർ അലി ഖാനാണ്, അദ്ദേഹം നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ സ്കൂളിൽ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമുണ്ട്. അദ്ദേഹം റഷീദാണ്. ഫൈസി, ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നാണ്. അഖിൽ ദേവ് ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയും മറ്റുമാണ്. അപ്പോൾ രണ്ടുപേരാണ് പ്രധാനമായിട്ട് രണ്ടുപേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ശ്രീ ഫൈസൽ ഉണ്ട്. രണ്ട് ഹിലർ അബ്ദുള്ള എന്ന് പറയുന്നതുണ്ട്. ഇവിടെ വെച്ച് അതെ, അദ്ദേഹം ദുബായിലുള്ള ഫാസ്റ്റ് ലൈനിൻ്റെ MD ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചാണോ കൊടുക്കേണ്ടത് അതോ വെളിയിലോട്ട് എന്തെങ്കിലും ഇറങ്ങണം? ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഫൈസൽക്ക് ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും എന്താ പറയുക തണലായി നിൽക്കാന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ എന്ന രീതിയിൽ ഇപ്പം ഓൾറെഡി അക്കൗണ്ടിലേക്ക് 1,17,000 രൂപ വന്നിട്ടുണ്ട്. ഇത് ഫൈസൽജിയുടെ എന്താണെന്നറിയോ, ഫൈസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്. മോനില്ലെങ്കിൽ ഫൈസൽക്ക മോനെ പോലെ ഫൈസൽക്ക ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും കൊടുക്കുക എണീക്കണോ അങ്ങനെ എന്തെങ്കിലും വേണ്ടല്ലോ കൊടുത്താൽ മതിയല്ല. ഞാൻ എണീക്കും. രണ്ടുപേരും കൂടെ ഒന്ന് എഴുന്നേക്കുകയാണെങ്കിൽ ഒന്നിനും പകരമാവില്ല. നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു താങ്ങ് അത്രേ ഉള്ളൂ. ഇപ്പൊ മോൻ പോയതിൻ്റെ ഒരു ദുഃഖം അനുഭവിക്കില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് 2 ആൺമക്കളാണ്. അപ്പൊ എനിക്ക് എന്റെ വിഷമം മനസ്സിലാവും. നമ്മള് ഏത് മത്സരത്തിലും അപ്പൊ അന്ന് ഞങ്ങളപ്പോ എന്തിനു വേണമെങ്കിലും നമ്മളെ സപ്പോർട്ട് ഒരു അച്ഛനമ്മക്ക് ഇനി ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അച്ഛനെ അത്ര എന്റെ മനസ്സിലുള്ളിലുണ്ട് മോനെ. ഒരു മക്കളെ കൊണ്ട് എന്റെ മോൻ എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും സൈലന്റ്, അത്രയും നല്ല ശുദ്ധ മനസ്സുള്ള കുട്ടിയാണ്. ഒരു പണി 40 വയസ്സിൽ അങ്ങനത്തെ ചീത്ത തരത്തിൽ എൻ്റെ കുട്ടി. ഇനിയിപ്പോൾ അതുമല്ല, ഒരാളെ ചീത്ത പറയേ ഒരാളോട് ഇങ്ങോട്ട് വായടിക്കുക അതൊന്നുമില്ല. അന്ന് എവിടെയോ പോയി സ്റ്റാൻഡിലോ എവിടെയോ ഒരു പെൺകുട്ടി ഇങ്ങനെ കരയുന്നെന്ന്. അപ്പോൾ എന്താ മോളെ ചോദിച്ചാൽ ചെറിയ ഒരു 10-28 വയസ്സായ ഒരു കുട്ടി പറഞ്ഞു, ഏട്ടാ എനിക്ക് എന്തോ സുഖമില്ലൊരു എന്തൊരു വേദന, എന്താ വേണ്ട എനിക്കൊരു പിൽസ് എന്തെങ്കിലും. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി എന്നിട്ട് ആ കുട്ടി ഇന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ആ കുട്ടി പറയോ ഈ ഏട്ടനല്ല. അത്രയാണ് സ്നേഹം ഇവിടെയുള്ളവരോട്. ഞാൻ തളിയമ്പലത്തിൽ വളയാളമ്പലത്തിൽ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ മോനെ അറിയാം. ഒരു തെറ്റും ചെയ്യാത്തൊരു പൈതലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.